ഇവർ കയറിപ്പോകുന്ന സമയത്താണ് കടൽ പിടിച്ച് വെള്ളം പാടെടുത്ത് കമത്തുകയായിരുന്നു. ഇതിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുക, തിരച്ചിൽ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും ഇന്നലെ മെനഞ്ഞാന്നും എല്ലാം നല്ല രീതിയിൽ തന്നെ തിരച്ചിലുണ്ട്. പാടയെടുത്ത് കമത്തിയതല്ലേ, അപ്പോൾ ഈ അടിയൊക്കെ കിട്ടിക്കാണാം, അങ്ങനെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നീന്തി കയറാമായിരിക്കും. വെള്ളം ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്താനുള്ള വള്ളക്കാർ വരാൻ താമസിച്ചതാണ്. ഇപ്പം ഇവിടെ നിന്ന പയ്യന്മാരില്ലേ, അവന്മാർ കുറേ പ്രയത്നിച്ച്. നമസ്കാരം. കൊല്ലം നീണ്ടകര ഹാർബറിന് സമീപം കനത്ത കടൽക്ഷോഭത്തിൽ അപകടത്തിൽപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന ബോട്ടാണ് ഈ ദൃശ്യങ്ങളിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ പിന്നിൽ ഈ കിടക്കുന്നതാണ്. ഇതിൽ 14 പേരാണ് മീൻപിടുത്തത്തിന് പോയത്. അതിൽ 2 പേർ മരണപ്പെട്ടു, ഒരാളെ കാണാനില്ല. പുത്തൻതുറ പൂമുഖം വീട്ടിലെ യു രാജീവനും പിതാവ് രാധാകൃഷ്ണനുമാണ് ഈ വള്ളം കടൽക്ഷോഭത്തിൽപ്പെട്ട് മരിച്ചത്. രാജീവൻ്റെ മകൻ ഗൗതം കൃഷ്ണയെ ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല. അതിൻ്റെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ എങ്ങനെയാണ് ഈ ഒരു വള്ളം മറിഞ്ഞത് എന്ന് ബന്ധുവായ രഞ്ജിത്ത് വിശദീകരിക്കുന്നു. ചേട്ടാ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് ഇവർ കയറിപ്പോകുന്ന സമയത്താണ് കടൽ പിടിച്ച് വെള്ളം പാടെടുത്ത് കമത്തുകയായിരുന്നു. അങ്ങനെ ബാക്കി 11 പേരും കടലിൽ മറ്റുള്ള ബോട്ടുകൾ വന്ന് രക്ഷപ്പെടുത്തി, അവരെല്ലാം രക്ഷപ്പെട്ടു. അച്ഛനും രാധാകൃഷ്ണനും ഗൗതത്തിനെയാണ് കിട്ടാനുള്ളത്. പിന്നെ അച്ഛനെ ആ സ്പോട്ടിൽ തന്നെ വേറെയുള്ള വള്ളക്കാർ എടുത്ത് രാധാകൃഷ്ണനെ പിറ്റേ ദിവസം കിട്ടി. മോനെ കിട്ടാനുണ്ട്. രാധാകൃഷ്ണൻ അദ്ദേഹത്തെ കിട്ടിയത് കായലിൽ നിന്നാണ് കിട്ടിയ വള്ളം കെട്ടിവലിച്ചുകൊണ്ട് വന്നു. ഇത് കായലിൽ കൂടെ കെട്ടിവലിച്ചുകൊണ്ട് വന്നു. ആ സമയത്ത് വള്ളത്തിനടിയിൽ വലയിലെങ്ങനെ ഉണ്ടായിരുന്നു. മറിഞ്ഞതിന് ശേഷം പിന്നെ എന്താ സംഭവിച്ചത്? വള്ളം പാടെ കമന്നു. പിന്നെ മറ്റുള്ള വള്ളക്കാർ വരാൻ വൈകി. നേരത്തെ വന്നായിരുന്നെങ്കിൽ 3 പേരും രക്ഷപ്പെടുമായിരുന്നു. ആ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു മഴയുണ്ടായിരുന്നു. പിറ്റേ ദിവസം കടൽ നല്ല രീതി വന്നത്. ഇത് സ്വന്തം വള്ളം തന്നെയാണ്? വള്ളം തന്നെ, വീട്ടിലെ സ്വന്തം വള്ളം തന്നെ. 14 പേരും ഒന്നിച്ച് എപ്പോഴും പോകുന്നതാണോ കടലിൽ? ഇതിൽ അന്ന് 14 പേരെ ഉണ്ടായിരുന്നത്, അല്ലാതെ 10, 18, 15 ആള് സ്ഥിരമുള്ളതാണ്. ഇപ്പം ഗൗതമിൻ്റെ അനിയനും വള്ളത്തിൽ വരാനിരുന്നായിരുന്നു. അയാളും വന്ന് കയറും, വള്ളത്തിൽ പണിക്ക് പോവും. അന്ന് കയറിയില്ല, എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അയാൾക്ക്. എന്താ ഇപ്പം പോലീസും ഒക്കെ എന്താണ് ഇപ്പോൾ പറയുന്നത് തിരച്ചിലിൻ്റെ കാര്യങ്ങളൊക്കെ? തിരച്ചിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുക, തിരച്ചിൽ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും ഇന്നലെ മെനഞ്ഞാന്നും എല്ലാം നല്ല രീതിയിൽ തന്നെ തിരച്ചിലുണ്ട്. പക്ഷെ കിട്ടുന്നില്ല, കിട്ടണം. ഇനി 17-ാം തീയതി അച്ഛൻ്റെ പിലവിളിയല്ലേ, അതിനു മുമ്പേ കിട്ടിയാൽ നമുക്ക് നല്ല ഒരു പ്രാർത്ഥനയിലാണ്. തീർച്ചയായിട്ടും. എത്ര വർഷമായിട്ട് നമുക്ക് വെള്ളം ഉണ്ടത്? വർഷം പണ്ട് മുതലേ വെള്ളവും ഫിഷിംഗ് ഫീൽഡാണ് പ്രസ്ഥാനം. വള്ളവും വലയൊക്കെ പണ്ട് മുതലേ ഉണ്ട്, വലുതും ചെറുതുമായിട്ടും എല്ലാം പ്രസ്ഥാനങ്ങളങ്ങനെ ഉണ്ട്. മാറിയും തിരിഞ്ഞിങ്ങനെ പോകുന്നു. ഇത് എടുത്തിട്ട് എത്ര നാളായോ? ഇതെടുത്തിട്ട് ഇപ്പോൾ കുറഞ്ഞ നാളെ ആയുള്ളൂ, 5-6 മാസം അങ്ങനെ ആയുള്ളൂ. അതിന് മുമ്പേ പുതിയ വെള്ളമായിരുന്നു, 2 കൊല്ലം കഴിഞ്ഞ് അത് കൊടുത്തതിന് ശേഷമായി ഇപ്പോൾ ഇതെടുത്തത്. അത് 2 കൊല്ലം ചെയ്തു പണിയെടുത്തോളൂ, പിന്നെ അത് കൊടുത്തിട്ടാണ് ഇതെടുത്തത്. ഇങ്ങനെ ഈ കടൽ ഇത്രയും ശോഭിച്ച് കിടന്നുകൊണ്ടല്ലേ നീന്തി വരാൻ പാടുപെട്ടത്? പാടയെടുത്ത് കമത്തിയതല്ലേ, അപ്പോൾ ഈ അടിയൊക്കെ കിട്ടിക്കാണാം, അങ്ങനെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നീന്തി കയറാമായിരുന്നു. കടലിൽ നീന്തി കൊച്ചിനെ പിടിച്ച് കിടന്നുകൊണ്ട് അച്ഛന് ഈ ബുദ്ധിമുട്ട് വന്നതേ. അച്ഛൻ ഒരുപാട് നേരം പയ്യനുമായിട്ട് കിടന്നു. ഈ വള്ളം ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്താനുള്ള വള്ളക്കാർ വരാൻ താമസിച്ചതാണ്. വള്ളക്കാർ നേരത്തെ തന്നെ പോയി. അച്ഛനേറെ നേരം ഗൗതമിനെ പിടിച്ച് ഒരുപാട് നേരം. ഇപ്പം ഇവിടെ നിന്ന പയ്യന്മാരില്ലേ, അതുലും പിന്നെ പ്രവീണെന്നൊക്കെ പറഞ്ഞ അവന്മാർ കുറേ പ്രയത്നിച്ച്. പിന്നെ അവന്മാരുടെ കൈ നിൽക്കാതെ വന്നപ്പോഴാണ് ഇവൻ്റെ അപ്പൂപ്പൻ ചെന്ന് പിടിച്ച് ഒരുപാട് നേരം ഒരുപാട് പ്രയത്നിച്ച്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഇടപെടലിൽ, നല്ല രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും ശരിക്കും നല്ല ആത്മാർത്ഥമായിട്ട് അവർ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ഒരു കോസ്റ്റൽ പോലീസിൻ്റെ ആയാലും മറൈൻ്റെ സൈഡിലായാലും ഇപ്പോൾ ഇവരെല്ലാവരും അല്ലാതെ തന്നെ നല്ല തെരച്ചിൽ. എല്ലാവരും നമ്മുടെ നാട്ടുകാർ തന്നെ ഒരുപാട് തെരച്ചിൽ ഇന്ന് ദിവസം 11 ശരിക്കും എല്ലാവരും ശരിക്കും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടുകാർ തന്നെ ഇവിടെ അങ്ങനെ രാഷ്ട്രീയം
ആയിട്ടൊന്നുമില്ല, എല്ലാവരും നല്ല രീതി നമുക്ക് വേണ്ടി ചെയ്തു എല്ലാ ദിവസവും നമുക്ക് അതിൻ്റെ വിവരങ്ങൾ തരുന്നുണ്ട്. ശരിക്കും ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചെയ്തു. മുഖ്യമന്ത്രി ഇപ്പോൾ വന്നിട്ട് പോയി. ഇപ്പോൾ ബിന്ദു കൃഷ്ണയും KC വിഷ്ണുനാഥും വന്ന്, ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനും വരുന്നുണ്ട്. വള്ളം പാടെ മറിഞ്ഞപ്പോൾ ഈ രാധാകൃഷ്ണൻ മുത്തച്ഛൻ ഗൗതം കൃഷ്ണയെ ഏറെ നേരം കടലിൽ പൊങ്ങിക്കിടന്നുകൊണ്ട് താങ്ങി നിർത്തിയിരുന്നു. ആ സമയത്ത് തല ഈ വള്ളത്തിൽ ഇടിച്ചതാവാം ഗൗതം കൃഷ്ണയ്ക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയാതിരുന്നത് എന്നാണ് ഒപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞത് എന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ നീന്തുന്ന ആളാണ്. അപ്പോൾ ഗൗതം കൃഷ്ണയെ കടലിൽ താങ്ങി നിർത്തിയത് കൊണ്ടാണ് മുത്തച്ഛനായ രാധാകൃഷ്ണനും മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് എന്നാണ് രഞ്ജിത്ത് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വലിയ സങ്കടത്തിൽ തന്നെയാണ് നീണ്ടകരയിലെ ഈ ഒരു വീടും. എന്തായാലും പോലീസ് കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട്. കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയും ഉൾപ്പെടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്.